ഹായ്, ഞാൻ അനൂപ് കെ കൺസൾട്ടന്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടെ കുട്ടികളെ ചില ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, നമുക്ക് ചിലപ്പോൾ പേടിയാവാറുണ്ട്. ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അവർക്ക് ചിലപ്പോൾ പരിസരം മനസ്സിലാക്കാത്ത രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും അത്? അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമായിരിക്കാം. കുറെ കാരണങ്ങളൊന്ന് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. എന്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അത് സാഹചര്യത്തിനനുസരിച്ച് ആ ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് എൻഹാൻസ് ചെയ്യാം? അതായത് ഒരു കുട്ടിയിൽ എങ്ങനെയാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരിക? അതിന് കുറച്ച് ടെക്നിക്സുകളുണ്ട്. കുറച്ച് ടെക്നിക്സിലാണ് ഞാൻ പറയുന്നത്. ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഇമോഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക, ഒരു ബോധ്യം ഉണ്ടാക്കുക. എന്താണ് എൻ്റെ ഇമോഷൻസ്? അതിന് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു മനോഭാവം ക്രിയേറ്റ് ചെയ്യുക. അതായത് എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് സന്തോഷം വരുന്നു, എനിക്ക് സാഹചര്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനുള്ള ഒരു മനോഭാവം അവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അപ്പൊ അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷന്റെ എക്സ്പ്രഷനിലേക്ക് വരുന്നേക്കാൾ മുൻപ് അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ മോഡൽ ചെയ്യാൻ പറയാം. ഈ സാഹചര്യങ്ങളിൽ അവന്റെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു അത് നോക്കി മോഡൽ ചെയ്യുക. നല്ല ബിഹേവിയേഴ്സിൽ മോഡൽ ചെയ്യുക. അവന്റെ അച്ഛൻ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അവർ മാറി നിൽക്കായിരിക്കും ഉണ്ടാവുക, അപ്പൊ അതിനെ മോഡൽ ചെയ്യാൻ പറയും. ചിലപ്പോൾ സുഹൃത്ത് എന്തെങ്കിലും സ്ക്യൂസ് ചെയ്യായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലുള്ള നല്ല ബിഹേവിയേഴ്സുകളെ, ഇമോഷൻസിനെ കോപ്പി ചെയ്യാനുള്ള നല്ല ബിഹേവിയേഴ്സുകളെ മോഡൽ ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ അവന്റെ ഇമോഷണൽ ചാർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതായത് എനിക്ക് സ്കൂളിൽ ഇന്ന ബിഹേവിയേഴ്സുകൾ, ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ബിഹേവിയർ ഇങ്ങനെ വേസ്റ്റ് ആവാറുണ്ട്, അപ്പൊ അതിന് ഞാൻ ഇങ്ങനെയാണ് പെരുമാറാറുള്ളത്. അതേപോലെ വീട്ടിൽ ഇന്ന സാഹചര്യങ്ങളിൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, ആ ദേഷ്യം ഇങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കാറ് എന്ന രീതിയിലുള്ള ബിഹേവിയർ ചാർട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ആ ബിഹേവിയർ ചാർട്ടിലെ ആ നെഗറ്റീവ് ഇവന്റിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില ഇമോഷൻ റെഗുലേഷൻസ് നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. സെൽഫ് റെഗുലേഷൻ ടെക്നിക്സുകൾ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. അതായത് ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് അവനോട് ആ തോട്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. എന്നിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം തിങ്ക് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് എഫക്ട് ഉണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് എഫക്ട് ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാൻ പറയാം. എന്നിട്ട് അതിനെ ആക്ട് ചെയ്യാൻ പറയാം. ഇതൊരു മെത്തേഡായിട്ട് നമുക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് 3 പ്രാവശ്യം ദേഷ്യം ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെടില്ല എന്ന് നമ്മൾ അവനോട് ചെറിയ ഗോൾ സെറ്റ് ചെയ്യാം. അതൊരു ആഴ്ച അങ്ങനെ ഫോളോ ചെയ്യാൻ പറയാം. അതിനുശേഷം ഒരു 1 ഡേ ഫുൾ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടില്ല എന്ന രീതിയിൽ നമുക്ക് അവനെ ട്രെയിൻ ചെയ്യിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ടീം വർക്കിൽ മാക്സിമം അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അതായത് ടീം വർക്കിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേരുടെ ഇമോഷൻസ് ഉണ്ടാവും. അതിനെല്ലാം ഇവന് മനസ്സിലാക്കാനും അവിടെ പെരുമാറാനും പഠിക്കാനുള്ള എബിലിറ്റീസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ടും പാരന്റ്സായിട്ടും ഒരു ബോണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ മനോഭാവമോ, ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ പറയാനൊരു സ്ഥലമുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കും. ഇത്തരം രീതികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇതേപോലുള്ള ഇമോഷൻസിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അവർ നല്ലൊരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികളാക്കി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ.